താൻ കണ്ടിട്ടുണ്ട് ജോസിനെ, കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലടോ സാർ? പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ, പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ജലപാലൻ സാർ? അതോ അതിന് മോളി വല്ലവരും? ഇല്ല സാർ. അല്ലേ? എവിടോ ഡീസൽ അടിച്ച ബില്ല്? KL01GQ13932 ഇതാര് വണ്ടിയാ? ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. മുസ്തഫ അറസ്റ്റ്. കാല് പിടിക്കുന്നുണ്ടോ കഴുതേ? പെൻഷൻ വാങ്ങിയുള്ള വഴിയാണ് പിന്നെ നിൽക്കണോ? ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? ആളെ അറിയും. ഇളയ കുട്ടിയുടെ ഡെലിവറി ഇവിടെയായിരുന്നു. അതൊരു 5-6 കൊല്ലം മുമ്പാ. എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല. അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ. നോട്ടം പോരാന്ന് പറഞ്ഞ് ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു. ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും. അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോണം. താങ്ക് യു. കിട്ടിയടാ സർ? ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ്. ഇപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞു. സർ സാധാരണ ഈ ജോസിനെ പോലുള്ളവന്മാർക്ക് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ സപ്പോർട്ട് അപ്പുറമാണ് സാർ. ബോർഡറിനപ്പുറം തമിഴ്നാട്ടില് അവർക്ക് വനത്തിൽ നിന്ന് ചരക്കെടുക്കാൻ അതല്ലയോ സാർ സേഫ്? ഇവിടെ നിന്നൊന്നുകിൽ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി, അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാട്. അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ, അല്ലേ മിസ്റ്റർ വിജയൻ? സർ, പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടൊന്ന് മാറ്റി. ഡാം ചുറ്റി ദാ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അധികമാരും പോകാത്ത കാട്ടുവഴി, ബോഡി 4th സെക്ടറിൽ എല്ലപ്പെട്ടി. സർ, ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അയ്യോ സാർ, അത് പേര്, ഫോൺ നമ്പറുകൾ, ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ്. സർ, ഇന്ന് തന്നെ. എന്നിട്ട് എന്തായടാ പോയിട്ട് ഡിഗ് ചെയ്തോ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്? കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ